വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഞ്ജു. ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന ഈ ഒരു സ്റ്റിച്ച് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്കും ഡിസൈനർ ആവാം. നെക്ക് ഡിസൈനായും സ്ലീവ് ഡിസൈനായും ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് മനോഹരമാക്കാം. അപ്പം ഈ സ്റ്റിച്ച് മാത്രം പഠിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ചെറിയ വർക്കുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് വേണം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു എംബ്രോയ്ഡറി ഹൂപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ സൂചിയുടെ ഇതുപോലെ കുറച്ച് വലുത് നോക്കിയിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് എംബ്രോയ്ഡറി ത്രെഡാണ്. പിന്നെ വേണ്ടത് ഒരു കത്രിക അല്ലെങ്കിൽ ത്രെഡ് കട്ടർ ഉണ്ടല്ലോ, അതാണെങ്കിലും മതി. ആദ്യം തന്നെ നമുക്ക് ആ ഹൂപ്പിലേക്ക് കോട്ടൺ തുണി വെച്ച് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഹൂപ്പിൽ ഈ കോട്ടൺ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ലൈനിൽ നമുക്ക് 1/2 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്ര നീളത്തിലാണോ നിങ്ങൾ വരയ്ക്കുന്നത് അത് മുഴുവനായിട്ടും 1/2 സെൻറ്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് സ്കെയിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സൂചിയിൽ ഏതെങ്കിലും ഒരു ത്രെഡ് കോർത്തെടുക്കുക. അതിനുശേഷം ആദ്യത്തെ പോയിൻ്റില്ലേ അതിൽ നിന്ന് സൂചി കുത്തിയെടുക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് പോയിൻറ്റിലൂടെ നമ്മളത് താഴ്ത്തിയിറക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നെക്സ്റ്റ് ഡോട്ട് ഉണ്ടല്ലോ, അതിലൂടെ വേണം നമ്മളിനി സൂചി കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അവിടെ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കിട്ടുന്നു. വീണ്ടും 1/2 സെൻറ്റിമീറ്റർ ത്രെഡ് കടന്നു പോകുന്നു. വീണ്ടും 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കിട്ടുന്നു. അതായത് ഈ ഡാഷ് ലൈൻ പോലെയാണ് ഈ ഒരു സ്റ്റിച്ച് കടന്നു പോകുന്നത്. ഈ സ്റ്റിച്ചിന് പറയുന്ന പേരാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇത് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറിയിലെ സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ച് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നൂലിൽ എത്ര ഇഴ വേണോ അത് നമ്മുടെ ഡിസൈനെ ആധാരമാക്കിയാണ് എടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഴ ത്രെഡ് തന്നെയാണ്. ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ അകലത്തിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഡിസൈൻ കുറച്ചുകൂടി മനോഹരമായിട്ട് കിട്ടും. അങ്ങനെ മുന്നോട്ടും പുറകിലോട്ടും ഇങ്ങനെ ഒരു ബേസിക് അകലം പാലിച്ച് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് എൻഡ് നോട്ട് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അതായത് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു കെട്ടിടും. അതിനെയാണ് എൻഡ് നോട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത് നമ്മൾ ഒരുപാട് ടൈം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും എത്ര ഗ്യാപ്പ് വിടണമെന്ന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിന്നെ ഒന്നും വേണ്ട, ഇങ്ങനെ ഒറ്റയടിക്കാനൊരു 3-4 സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കാം. ഇത് എൻ്റെ സൂചിക്ക് നീളം കുറവായതുകൊണ്ടാണ് ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നീളം കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നതാണ്. ഞാനിപ്പോൾ ഇത് അഴിച്ചു മാറ്റും. ഈ റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. അതായത് നമുക്ക് ബീഡ്സ് ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. അതായത് ത്രെഡും ബീഡ്സും ഒരുമിച്ച് ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഹോള് വലുതായിട്ടുള്ള ഒരു ബീഡാണ് എടുത്തിരിക്കുന്നത്. അത് ആ സൂചിയിലൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബീഡ്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിടുക. ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇല്ലേ അതിൽ താഴ്ത്തി ഇറക്കുക. അപ്പം നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കുക, ബീഡും ത്രെഡും കോൺട്രാസ്റ്റ് കളറാണെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിട്ട് തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് ഇത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ബീഡ് മാത്രം വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് ഷുഗർ ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. ഷുഗർ ബീഡ്സ് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന സൂചിയിൽ കയറാൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ഹോള് ചെറുതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ബീഡ്സ് തുന്നുന്ന ഒരു സൂചിയുണ്ട്, വളരെ തിന്നായിട്ടുള്ള സൂചി, ചെറിയ ഐയുള്ള സൂചി. അപ്പോൾ നമുക്ക് ആ സൂചിയിൽ നോർമൽ മെഷീൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ ബ്ലാക്ക് കളർ മെഷീൻ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ മെറ്റീരിയലിൻ്റെ കളറോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബീഡ്സിൻ്റെ കളറോ ആയ നോർമൽ മെഷീൻ ത്രെഡ് എടുക്കുന്നതാണ് നല്ലത്.
അപ്പം നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സൂചി കുത്തിയെടുത്തതിന് ശേഷം ഷുഗർ ബീഡ്സ് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഷുഗർ ബീഡ്സ് എൻഡ് ചെയ്യുന്നതിൻ്റെ അവിടെ സൂചി താഴത്തേക്ക് ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം സൂചി കുത്തിയെടുക്കുന്നു. വീണ്ടും ബീഡ്സ് ഇടുന്നു. എന്നിട്ട് സൂചി താഴത്തെ ഇറക്കുന്നു. ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്യുന്നതാണ് റണ്ണിങ് വിത്ത് ബീഡ് സ്റ്റിച്ച്. അങ്ങനെ നമുക്ക് ആ ലൈൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ത്രെഡ് എടുത്തത് കൊണ്ടാണ് ആ ത്രെഡ് എടുത്ത് കാണിക്കുന്നത്. നമ്മൾ വേറൊരു ഡ്രസ്സിലാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ കളറോ അല്ലെങ്കിൽ ബീഡ്സിൻ്റെ കളറോ ആയിട്ട് എടുക്കുക. അപ്പം നമുക്ക് ഭംഗിയായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ബീഡ്സ് ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ആ സ്റ്റിച്ച് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് സൂചി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കുത്തിയെടുക്കുന്നു. കട്ട് ബീഡ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും കുറച്ച് ഗ്യാപ്പ് വിടുന്നു. കട്ട് ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് അതവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നു. നേരത്തെ നമ്മൾ ഷുഗർ ബീഡ്സ് ചെയ്ത പോലെ തന്നെയാണ് കട്ട് ബീഡ്സ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഈ ബീഡ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഈസി ആയിട്ട് നമുക്ക് തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്വീക്കൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ സ്വീക്കൻസാണ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ഫ്ലാറ്റ് സ്വീക്കൻസ് ആണ്. കപ്പ് സൈസ് പോലുള്ള സ്വീക്കൻസും കിട്ടും. നമുക്കിനി ഇത് സ്വീക്കൻസ് വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ എൻഡ് പോയിന്റിൽ നിന്ന് സൂചി കുത്തിയെടുക്കുന്നു. എന്നിട്ട് ആ സ്വീക്കൻസിൻ്റെ സെൻറ്ററിലൊരു ഹോളില്ലേ, ആ ഹോളിലൂടെ സൂചി താഴേക്ക് കടത്തിയിടുന്നു. അപ്പോൾ അത് ശരിക്കും ലോക്കായിട്ടില്ല. ഒരു ഭാഗം നമുക്കിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കാണാം. എന്നിട്ട് സ്വീക്കൻസിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ ഇതുപോലെ സൂചി കുത്തിയെടുത്തിട്ട് വീണ്ടും അതിൻ്റെ സെൻറ്ററിലെ ഹോളിൻ്റെ ഉള്ളിലൂടെ സൂചി കടത്തിവിടുന്നു. അപ്പോൾ ആ സ്വീക്കൻസ് അവിടെ ലോക്കായിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി സ്പേസ് വിട്ടിട്ട് സൂചി പൊക്കിയെടുക്കുകയാണ്, കുത്തിയെടുക്കുന്നു. കുത്തിയെടുത്തതിന് ശേഷം സ്വീക്കൻസ് സൈഡിലേക്ക് വെച്ച് അതിൻ്റെ ഹോളിലൂടെ സ്വീക്കൻസ് കുത്തി താഴേക്ക് ഇറക്കുന്നു. അപ്പോൾ ഒരു ഭാഗം ലോക്കായി കാണും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത സ്വീക്കൻസിന് തൊട്ടടുത്ത് പുറത്തുകൂടി സൂചി പൊക്കിയെടുത്ത് ഹോളിൻ്റെ ഉള്ളിലൂടെ സൂചി താഴ്ത്തി ഇറക്കുന്നു. അപ്പോൾ ആ സ്വീക്കൻസ് അവിടെ നമുക്ക് ലോക്കായി തന്നെ കിട്ടും. അങ്ങനെ ആ ലൈൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതാണ് സ്വീക്കൻസ് വെച്ചിട്ട് ചെയ്യുന്ന റണ്ണിങ് സ്റ്റിച്ച്. അങ്ങനെ റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ബീഡ്സ് കൊണ്ടും കട്ട് ബീഡ്സ് കൊണ്ടും സ്വീക്കൻസ് കൊണ്ടും